വാർത്തകൾ തുടരുന്നു. വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ചിറകു തളർന്ന ശലഭങ്ങളെപ്പോലെയാണ് നൌഫിയയും നസ്രിയയും. മാറാരോഗം തളർത്തിയെങ്കിലും ഇരുവരും കാത്തിരിക്കുന്നത് മാടി വിളിക്കുന്ന കനിവിന്റെ കൈകൾ. കക്കിടിപ്പുറത്തെ വാടക വീട്ടിലെ മുറിയിൽ രണ്ട് മാലാഖമാരുണ്ട്. ഇരുന്നിടത്തു നിന്നും കിടന്നിടത്തു നിന്നും ഇവർ മെനഞ്ഞുണ്ടാക്കുന്ന പൂക്കളിലും പൂമ്പാറ്റകളിലും അവരുടെ നിറമുള്ള മോഹങ്ങളും ചിറകുള്ള സ്വപ്നങ്ങളുമുണ്ട്. പക്ഷേ അത് കാണാനും തിരിച്ചറിയാനും ഏവരും ഏറെ വൈകി. കൂലിപ്പണിക്കാരനായ അഷ്റഫിന്റെയും ഭാര്യ ഫൌസിയുടെയും മക്കളാണിവർ. 15 വയസ്സുള്ള നൌഫിയയും 13 വയസ്സുള്ള നസ്രിയയും. ജന്മന അരയ്ക്ക് കീഴ്പോട്ട് തളർന്നവരാണിവർ. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖമാണ് ഇരുവരെയും ബാധിച്ചത്. ഓർമ്മ വെച്ച നാൾ മുതൽ എണീറ്റ് നിൽക്കാനാവാതെ കിടക്കയിൽ തന്നെ ഇരുവരും അവരുടെ മോഹങ്ങളെ കിടത്തിയുറക്കി. നസ്രിയയ്ക്ക് ഇരിക്കാമെങ്കിലും നൌഫിയ പൂർണ്ണമായും രോഗശയ്യയിലാണ്. രോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള ചികിത്സയല്ലാതെ മാറാനുള്ള പ്രതിവിധിയില്ലെന്നാണ് ഇവരെ ചികിത്സിക്കുന്ന തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിധിയെഴുതിയത്. പ്രതിസന്ധികളോട് പടവെട്ടാൻ ഇരുവരും തയ്യാറെടുത്തപ്പോൾ കൈകളിലേക്ക് പുസ്തകവും പേനയും കടലാസും നിറങ്ങളും കരകൌശല വസ്തുക്കളും കടന്നുവന്നു. എടപ്പാൾ GMUP സ്കൂളിൽ ഇരുവരുടെയും പേരുണ്ടെങ്കിലും അധ്യാപകർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. പഠനം മാറ്റി നിർത്തിയാൽ ഇവരുടെ ലോകം നിറച്ച ചിത്രങ്ങളും കരകൌശല വസ്തുക്കളുമാണ്. കയ്യിൽ കിട്ടിയ കടലാസുകൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടുമെല്ലാം ഇവർ പൂക്കളും കിളികളും ഗ്രീറ്റിംഗ് കാർഡുകളും മെനഞ്ഞെടുക്കും. കാരുണ്യമതികളായ ചിലർ നൽകിയ ഇലക്ട്രോണിക് വീൽചെയറിലാണ് വീടിനകത്തുള്ള ഇവരുടെ സഞ്ചാരം. നൌഫിയയും നസ്രിയയും ഉണ്ടാക്കിയെടുത്ത കരകൌശല വസ്തുക്കൾ നേരിൽ കണ്ട BRCയിലെ അധ്യാപകർ എടപ്പാൾ ഉപജില്ലാ ശാസ്ത്രമേളയിലേക്ക് ഇവരുടെ കൌതുക വസ്തുക്കൾ എത്തിച്ചു നൽകി. ശാസ്ത്രമേളയിൽ മികച്ച പ്രതികരണമാണ് ഇവരുടെ സ്റ്റോളിന് ലഭിച്ചത്. രണ്ടുപേരും ചെറുപ്പം മുതലേ നമുക്ക് ഭയങ്കര താല്പര്യമാണ് ചിത്രം വര, അതേപോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഇവർക്ക് ഓരോ പ്രോത്സാഹനമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ എനിക്ക് സാധിക്കുന്ന എടപ്പാൾ BRCയുടെ സപ്പോർട്ടോടു കൂടി ഇങ്ങനത്തെ ഓരോ കലാമേളകൾ സംഘടിപ്പിക്കുകയും കുട്ടികളുടെ ഓരോ സാഹചര്യം വെച്ചാൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് പ്രോത്സാഹനം നൽകി. കുട്ടികളിലെ കഴിവ് വളർത്തിയെടുക്കാനാണ് മാതാപിതാക്കളായ അഷ്റഫും ഫൌസിയയും ആഗ്രഹിക്കുന്നത്. ശരീരം തളർത്തിയിട്ടും തളരാത്ത മനസ്സുമായി ഇവർ നിർമ്മിക്കുന്ന പൂക്കൾക്കും വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും കൂടുതൽ ജീവൻ പകരാനുള്ള സാഹചര്യം ഒരുക്കാൻ മനസ്സറിഞ്ഞ് ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷ ഇവർ കൈവിടുന്നില്ല. പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം ഫാഷൻ ഡിസൈനിംഗ് എന്ന അത്ഭുത ലോകം കീഴടക്കാമെന്ന ആഗ്രഹവും വെല്ലുവിളിയായി നൌഫിയയിലും നസ്രിയയിലുമുണ്ട്. വിജയം കൈപ്പിടിയിലൊതുക്കാൻ ഒരു തെളിനീഴൽ പ്രതീക്ഷിക്കുകയാണ് ഇരുവരും. ന്യൂസ് ബ്യൂറോ, ചങ്ങരകുളം.